പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ പ്രത്യേകമായി ഉണ്ടാകേണ്ട വിഷയം സൂചിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ നാട്ടിൽ നിന്നും കാണാതായ മിസ്സിംഗ് ആയ നമ്മുടെ മുഹമ്മദ് മാഷി, അദ്ദേഹത്തിൻ്റെ വേർപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥ, കാണാതിരിക്കുന്ന അവസ്ഥ എല്ലാവർക്കും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതിലുപരി അവരുടെ കുടുംബങ്ങൾക്കും ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഒരിക്കലും ഇല്ലാതാക്കരുത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഓരോ ഹുത്തുബയിലും അത് പറയാതിരിക്കുന്നതാണ്. എന്നാൽ ഈ റമദാനിൽ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി നമ്മുടെ രാത്രി നമസ്കാരങ്ങളിലും നമ്മുടെ 5 വക്ത് നമസ്കാരം ആത്മാർത്ഥമായി എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ആ സഹോദരൻ എവിടെയാണ് നമുക്ക് ആർക്കും അറിയില്ല. റബ്ബിന്റെ ഒരു തീരുമാന സഹോദരങ്ങളെ, നമ്മളെ ഒരു മുഅ്മിനെ ബാധിക്കുന്ന ഏതൊരു വിഷയവും ഒരു മുള്ള് തറക്കുന്നതിന്റെ വേദന പോകുന്നതാണ്. അത് നമുക്ക് പ്രതിഫലമുള്ള കാര്യമാണ്. അത് റബ്ബിന്റെ ഒരു തീരുമാനമാണ്. റബ്ബ് അതിൽ ഒരു ഹൈർ ഇൻഷാ അല്ലാഹ് കണ്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ ആ കുടുംബത്തിനുള്ള നമുക്കുള്ളൊരു പരീക്ഷണമായി കൊണ്ടായിരിക്കും ആ ഒരു തിരോധാനം എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ച ചരിത്രമാണ് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ കാലത്തും സ്വഹാബികളുടെ കാലത്തും നമ്മുടെ തന്നെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടാവും. പ്രാർത്ഥനകൾ കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ച കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മളെല്ലാവരും, എല്ലാ ആളുകളും ആത്മാർത്ഥമായി നമ്മുടെ നാട്ടിലെ ആ സഹോദരന് വേണ്ടി ആത്മാർത്ഥമായി തിരിച്ചുവരവിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക. അല്ലാഹുവേ, ഞങ്ങളുടെ ആ പ്രിയ ആദർശ സഹോദരനെ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിച്ച് ദീനീ ദഅ്വാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുവാനും കുടുംബത്തോടൊപ്പം സന്തോഷമായി മുന്നോട്ട് പോകുവാനുള്ള സൗഭാഗ്യം റബ്ബെ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. എവിടെയാണെങ്കിലും യാതൊരു പ്രയാസവുമില്ലാതെ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരുവാനുള്ള സൗഭാഗ്യം റബ്ബെ ഞങ്ങളുടെ സഹോദരൻ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ.